നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. രാജ്യം വളർച്ചയുടെ പാതയിൽ. പൊതു ബഡ്ജറ്റിന് മുന്നോടിയായുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് ലോക്സഭയിൽ. ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി സഭയിൽ വച്ച റിപ്പോർട്ടിൽ നടപ്പ് സാമ്പത്തിക വർഷം രാജ്യത്തെ വളർച്ചാ നിരക്ക് 7 മുതൽ 7.5% വരെ. വരും വർഷങ്ങളിൽ ആഭ്യന്തര ഉൽപാദന നിരക്ക് 8% പ്രതീക്ഷ. രാജ്യത്തെ വിദേശ നിക്ഷേപം $34 ബില്യൺ ഉയർന്നു. ആഗോള മാന്ദ്യം അതിജീവിച്ച് രാജ്യം മികച്ച വളർച്ച നേടി. ശമ്പള പരിഷ്കരണം വിലക്കയറ്റത്തിന് കാരണമാകില്ലെന്നും സർവേ. പാൽ ഉൽപാദനത്തിൽ ഇന്ത്യക്ക് 1ാം സ്ഥാനം. എണ്ണവില കുറഞ്ഞതിനാൽ അടുത്ത വർഷം നേട്ടമുണ്ടാകും. 7ാം ശമ്പള കമ്മീഷൻ ശുപാർശ നടപ്പാക്കുമ്പോൾ ധനക്കമ്മി ഉയരാൻ സാധ്യത. സർക്കാർ നടപ്പാക്കിയ പരിഷ്കരണങ്ങൾ ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് കരുത്തേകിയെന്നും റിപ്പോർട്ട്. സരിത കോടതിയിലേക്ക്. സോളാർ കേസിൽ സരിത എസ് നായർ കോടതിയിലേക്ക്. തന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം. സോളാർ കമ്മീഷനിലെ ക്രോസ് വിസ്താരം കഴിഞ്ഞാലുടൻ കോടതിയെ സമീപിക്കുമെന്നും സരിത. അതേസമയം വിസ്താരത്തിന് ഇന്ന് ഹാജരാകാതിരുന്ന തമ്പാനൂർ രവിക്ക് കമ്മീഷന്റെ രൂക്ഷ വിമർശനം. കോൺഗ്രസ് നേതാവിന്റെ നടപടി സംശയാസ്പദം. UDF-ന് കമ്മീഷനിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. ഹാജരാകാത്തവരെ വരുത്താൻ കമ്മീഷന് അറിയാമെന്നും ജസ്റ്റിസ് ശിവരാജൻ. സോളാർ ഇടപാടിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി തമ്പാനൂർ രവി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് സരിത കമ്മീഷനിൽ നേരത്തെ മൊഴി നൽകിയിരുന്നു. ഇതിന് തെളിവായി സരിത ഹാജരാക്കിയത് രവിയുമായുള്ള ഫോൺ സംഭാഷണത്തിന്റെ ഡിജിറ്റൽ രേഖകൾ. അതിക്രമങ്ങൾക്ക് വിലങ്ങിടാൻ. ഡൽഹി പട്യാല ഹൌസ് കോടതിയിലെ സംഘർഷങ്ങളിൽ അഭിഭാഷകർക്ക് സുപ്രീം കോടതി നോട്ടീസ്. കനയ്യകുമാറിനെ കോടതിയിൽ ഹാജരാക്കുന്നതിനിടെ വിദ്യാർത്ഥികളെയും മാധ്യമപ്രവർത്തകരെയും മർദ്ദിച്ച അഭിഭാഷകരോട് ഒരാഴ്ചയ്ക്കകം മറുപടി നൽകാൻ നിർദ്ദേശം. ഉത്തരവ് അക്രമ സംഭവങ്ങളിൽ കോടതിയലക്ഷ്യ നടപടികൾ ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ. കോടതി വളപ്പിലെ അതിക്രമം പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന ആവശ്യത്തിൽ കേന്ദ്ര സർക്കാരിനും നോട്ടീസ്. കേസ് വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. വിവാദങ്ങളിൽ കലങ്ങി സഭാതലം. JNU വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന സ്മൃതി ഇറാനി മാപ്പ് പറയണമെന്ന് കോൺഗ്രസ്. പ്രസ്താവനകളിൽ ക്ഷമ പറയാതെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്നും പ്രതിപക്ഷം. വിവാദമായത് ദുർഗാദേവിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ JNU വിദ്യാർത്ഥികൾ ലഘുലേഖ വിതരണം ചെയ്തു എന്ന മന്ത്രിയുടെ പ്രസ്താവന. അതേസമയം വിഷയത്തിൽ മാപ്പ് പറയില്ലെന്നും തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതായും സ്മൃതി ഇറാനി. ഒരുമിച്ച് പോരാടാൻ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ VS-ഉം പിണറായിയും ഒരുമിച്ച് മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് ശക്തി പകർന്ന് ഇരു നേതാക്കളെയും ഡൽഹിക്ക് വിളിപ്പിച്ച് പാർട്ടി കേന്ദ്ര ഘടകം. PB-യുമായി VS-ന്റെയും പിണറായിയുടെയും കൂടിക്കാഴ്ച നാളെ. രണ്ടുപേരും മത്സരിക്കാൻ PB നിർദ്ദേശം വരുമെന്ന് സൂചന. ലാവ്ലിൻ കേസിൽ പാർട്ടിക്കും പിണറായിക്കും ആശ്വാസം പകർന്ന കോടതി വിധിക്ക് തൊട്ടു പിന്നാലെ PB ഉപസമിതി യോഗം ചേരുന്നത് ശ്രദ്ധേയം. അതേസമയം നേരത്തെ നിശ്ചയിച്ച യോഗത്തിൽ പങ്കെടുക്കാനാണ് നേതാക്കളുടെ ഡൽഹി യാത്ര എന്ന വിശദീകരണവുമായി സംസ്ഥാന ഘടകം. മത്സരിക്കില്ലെന്ന് VS തീർത്തു പറഞ്ഞിട്ടില്ലാത്തതും പിണറായിയുടെ സ്ഥാനാർത്ഥിത്വം തീർച്ചയാണെന്നതും പരിഗണിക്കുമ്പോൾ PB നിർദ്ദേശം നിർണായകം. പിണറായിക്ക് ധർമ്മടം നൽകുന്ന പാർട്ടി VS-ന് ഏത് മണ്ഡലം നീക്കിവെക്കുമെന്നതും ശ്രദ്ധേയം. അതേസമയം കേരള കോൺഗ്രസിൽ കലാപക്കൊടി ഉയർത്തിയ നേതാക്കൾ CPM നേതൃത്വവുമായി ചർച്ച നടത്തിയതായി സൂചന. അന്തിമ തീരുമാനം 2 ദിവസത്തിനകം. പൂഞ്ഞാറിൽ ഇടതു സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിച്ച് PC ജോർജും. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.